വിമലത ശുചിയെന്നിവയുള്ള മഹിമാവിയലും ഇവജനത്രീ കന്യകയാം മറിയാമേന്നും ഭേദമതന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾ കുടയോനാം മശീഹ നിജമൃതിയാലിവർത്തൻ മൃതിയെ മെതിച്ച് നിഹനിച്ചോനെ അപ്പരിപാവന തൃത്വൈക സുപിതാവോടൊപ്പം ജീവനും ഋഖുദിശ സഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. സുപിതാവോടൊപ്പം ജീവനും ഋഖുദിശ സഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായേസോൻ കുറിയേലായേസോൻ കുറിയേലായേസോൻ. പൗലോസ്ലീഹ ധന്യൻ ചൊൽകട്ടേൻ ഈ ദൈവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം തൊട്ട് അവസാനിപ്പിപ്പോൻ ധന്യൻ. വിശ്വസ്തനാകുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരുണ ലഭിച്ചതിനായി ഞാൻ അഭിപ്രായം പറയുന്നു. ഇപ്പോഴത്തെ കഷ്ടനിമിത്തം ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ അങ്ങനെ തന്നെ ഇരിക്കുന്നത് അവനെ നന്നായെന്ന് എനിക്ക് തോന്നുന്നു. നീ ഭാര്യയോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ? വേർപാട് അന്വേഷിക്കരുത്. നീ ഭാര്യയില്ലാത്തവനോ ഭാര്യയെ അന്വേഷിക്കരുത്. നീ വിവാഹം ചെയ്താലും ദോഷമില്ല, കന്യകയെ വിവാഹം ചെയ്താൽ ദോഷമില്ല. എങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ജഡത്തിൽ കഷ്ടതയുണ്ടാകും. അത് നിങ്ങൾക്ക് വരരുത് എന്ന് എൻ്റെ ആഗ്രഹം. ആമീനാഹായ് ബാറക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതി ബലികളാണ് ചേരുവേ
കർത്തൃ പ്രാകാരെ നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതിച്ച് മദ്മഹാമുൻപിൽ ഹല്ലേലൂയ. ബാറക്കുമോർ നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ചെവിടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോട് കൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധമായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും സുവിശേഷിച്ച സുവിശേഷകനായ വിശുദ്ധനായ മർക്കോസ് എവൻഗേലിയോസായിൽ നിന്നും വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷക്കാരുടെ തന്നെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരമെടുത്ത ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന യേശുമിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവയൊക്കെയും ഇപ്രകാരം തന്നെ സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് പറയുന്നു. പിന്നെ യേശു തമ്പുരാൻ പുരുഷാരത്തെയും തന്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവനെ എന്ത് പ്രയോജനം? അല്ലാതെ തന്റെ ജീവനു വേണ്ടി മനുഷ്യനെന്തോരും മറുവില കൊടുക്കും? വ്യഭിചാരവും പാപമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ പരിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടാകട്ടെ. നീതിയന്മാരും ജാതികളോടേവൻ ഗേല്യോൻ അറിയിച്ച സ്നേഹന്മാരും നയവാന്മാർ പുണ്യപ്പെട്ടോ സഹദേന്മാർ മോദ്യാനന്മാർ ദൈവത്തിൻ മാതാതാനും നല്ല മരിച്ചോർകളും ഓർക്ക പെട്ടിടുന്നിങ്ങവരുടെയ പ്രാർത്ഥന ഞങ്ങൾക്കെപ്പോഴും കോട്ടയതായി തീരേണം. ബറക്കുമോർ സ്തോമൻ കാലോസ് നാം എല്ലാവരും കൂടി നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സോദ്രവും പ്രഭയും പുകഴ്ചയും അഞ്ഞുപോകാത്ത നല്ല ഉന്നത്യവും നിത്യവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾക്ക് സംഗതിയാക്കി തീർക്കണമേ. സ്വന്തം ശരീരത്തിന് താൻ തന്നെ പുരോഹിതനായി തീർന്ന നിർമ്മല ബലിയും സ്നേഹപൂർവ്വം സ്ലീബാട് മുകളിൽ സ്വയം വിരിക്കുകയും തന്റെ വധം മൂലം സജാതികളെയും വിജാതികളെയും രക്ഷിക്കുകയും ചെയ്ത അനുഗ്രഹീത കുഞ്ഞാടുമായ കർത്താവിന് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും തന്റെ അടിയാറായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു.
കുലമിനിയോമോസോ ദുഹായ ആയിലവൽമീ ബാറക്കുമോർ അനുഗ്രഹിക്കുന്നവനായ അവിടുത്താനുൻപാകെ പുണ്യം നൽകുന്ന ബലിപീഠത്തിനു മുൻപാകെ ദിവ്യം സ്വർഗീയമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെ ഭയങ്കരമായ പരിശുദ്ധ കുർബാനയുടെ മുമ്പാകെ ഈ വന്യപിതാവിൻ്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അടുത്തങ്ങളെ ക്ഷമിക്കുകയും തുടച്ച് നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമാകുന്ന ദൈവം തമ്പുരാനെ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ എൻ്റെ കർത്താവേ, അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകലജനത്തിൻ്റെ പാപങ്ങളെയും മായിച്ച് ഉത്തമനെ ദേവതോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയിൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും മൽഭാന്മാരുടെയും വാങ്ങിപ്പോയിട്ടുള്ളവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ പ്രജകളായ എല്ലാ വാങ്ങിപ്പോയിട്ടുള്ളവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ദേഹികളെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും ആതുരതയുമാകുന്ന പരിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ തളിക്കണമേ. കർത്താതി കർത്താവും മൗത്വത്തിൻ്റെ നാഥനുമാകുന്ന മിശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് നീ ഉത്തരമരുളി ചെയ്ത് ഞങ്ങളെ തുണയ്ക്കായി നീ എഴുന്നള്ളി ഞങ്ങളെ സഹായിപ്പാൻ വന്നിയരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, നിന്റെ കരുണയാൽ എല്ലാ കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളിൽ നിന്ന് നീക്കിമായിക്കണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപവടികൾ ഞങ്ങളിൽ നിന്ന് വിലക്ക് നീക്കിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ അവിടുന്ന് അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകി നല്ലൊരന്ത്യം പ്രാപിപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ഓശോ വബുകൂല സുബാലവൽ വലിയവനും മഹാകാരുണ്യവാനും സകലവും നിറവേറ്റുന്നവനുമാകുന്ന ദൈവമേ, കാഴ്ചകളെ കൈക്കൊള്ളുന്നവനായ നീ നിന്റെ ജനകനെ സ്വയം കാഴ്ചയായി ഭവിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ നിയോഗിച്ച പിതാവിനോട് നിന്റെ കാഴ്ചയർപ്പണം മൂലം ഞങ്ങളെ സമീപിപ്പിക്കുകയും ചെയ്തു. എൻ്റെ കർത്താവേ, വന്യങ്ങളും ജീവപ്രദങ്ങളുമായ നിന്റെ വിശുദ്ധ രഹസ്യങ്ങളെ വിശുദ്ധിയോടുകൂടി സ്വീകരിക്കുവാൻ തക്കവണ്ണം കൃപാപൂർവം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും വിശദീകരിക്കുവാൻ വേണ്ടി ഈ സമയത്ത് നിങ്ങളിലേക്ക് നോക്കി അപേക്ഷിക്കുന്നു. ദൈവം തമ്പുരാനേ, നീ ഞങ്ങൾക്ക് വിമോചനവും വിമോചകനും വിശുദ്ധിയും വിശുദ്ധീകരണം നൽകുന്നവനും ആയിരിക്കണമേ. കർത്താവേ, നീ തിരുവിഷ്ണുപ്പെട്ട് ഭയങ്കരവും ബഹുമാന്യവുമായ ഈ ബലി വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിൻ്റെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും കൃപമൂലം തിരുസന്നിധിയിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും
ഞങ്ങളുടെ രക്ഷയ്ക്കും നിന്റെ ശരണത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും സംരക്ഷണത്തിനും പര്യാപ്തമായി ഭവിക്കണമേ. ഓശോ വബകൂല സഭ ആലവൽമേ. ആമീൻ. കർത്താവ് അവിടുത്തെ ശുശ്രൂഷ കേൾക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നു വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ഞാനോ ബലഹീനനും പാപിയും ദാസനുമാകുന്നു. ഉത്തരമായിട്ട് ദൈവത്തോട് പറയുന്നതെന്തെന്നാൽ കാദേശ് ആവോ നമ്മുടെ ആത്മാക്കളുടെയും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും അൽപാന്മാരുടെയും വാങ്ങിപ്പോയിട്ടുള്ളവരുടെയും ുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ഈ വന്യപിതാവിന്റെ പ്രാർത്ഥനയേറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന് മനുഷ്യനായി പന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു കക്ഷത അനുഭവിച്ചു മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ ഏക കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൊണ്ട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉറപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ.
യാചിക്കേണ്ടും സമയമേതാ മോചിക്കും നാഴികയിതുതാൻ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഇന്നിപ്പോൾ ശ്രേഷ്ഠാചാര്യൻ അനുഭവിച്ചിടും നൂർക്കായി അനുഷ്ഠി പ്രിയരേ ഇതു കരുണയുടെയും അലിവിൻ്റെയും സമയം താൻ സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം. Amin barkumor samanga alas കർത്താവേ, നിന്റെ സഭയ്ക്കും നിന്റെ ആടുകൾക്കും നിന്റെ ഇടവകയ്ക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും സമൃദ്ധിയായി നൽകണമേ. നിനക്ക് നിന്റെ ഗജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബകുല സുബാലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. പാർക്കുമോട് നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധമായ ശമനത്താൽ ഓരോരുത്തരും അവന്റെ അടുത്തവനെ തമ്മിൽ സമാധാനം കൊടുക്കണം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധമായ സമാധാനത്തിന് ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന് മുൻപായി നാം തലകുനിക്കണം. ഞങ്ങൾ തലകുനിക്കുന്നു. നിന്നാൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹം പ്രാപിച്ച് സമാധാന മനുഷ്യർക്കുള്ള നല്ല അന്ത്യത്തിനർഹരായി ഭവിക്കണമേ. നിനക്ക് നിന്റെ ഗജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാവകോല സുബാലവൽമീ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സ്തോത്രത്തിന്റെ ബലിമൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് ഭാവവികാരങ്ങളോടുള്ള അകൽച്ചയ്ക്കും എന്നാലോ ദൈവികമായിട്ടുള്ള പ്രവർത്തനങ്ങളോടുള്ള താല്പര്യത്തിനും പര്യാപ്തമായി ഭവിക്കണമേ. നിനക്കും നിന്റെ ഗജാതിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബകുല സുബാലവൽമീ. പാർക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും എല്ലാ ദൈവഭക്തിയോടും കൂടുമെന്ന് ബഹുമാനപ്പെട്ട പിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെ ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ബലിയും സ്തോത്രവുമാവുന്നു.
സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഈ നാഴികയിൽ നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് നശികാതമ്പുരാനിരിക്കുന്നിടമായ മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവിനയമാകുന്നു. കർത്താവേ, കാണുവാൻ പ്രയാസമുള്ള കൂട്ടങ്ങളോടും എണ്ണിക്കൊട്ടുവാൻ പ്രയാസമുള്ള കൂട്ടങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസികളായ നിന്റെ ജനം മുഴുവനും നിന്റെ പരിശുദ്ധ ശ്രോപന്മാരെ പോലെ കാദേശ് പാടി ഉച്ചൈസരം നിന്നെ മൗതപ്പെടുത്തുന്നു. മസാക്കിൻ ഗോയേ മാറി പരിശുദ്ധൻ 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 വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. രക്ഷാകരമായ കർഷാനുഭവത്തിന് താൻ തയ്യാറായപ്പോൾ തൻ്റെ പരിശുദ്ധമായ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിയ അപ്പം വഴിയായി പാപപരിഹാരപ്രദമായ തന്റെ ശരീരം നിത്യാജീവനു വേണ്ടി നമുക്ക് താൻ നൽകി. വൽഗായേ നൽവോ ഓലം വൽമേ. അപ്രകാരം തന്നെ കാസായുമെടുത്ത് സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിയ കാസ വഴിയായി പാപപരിഹാരപ്രദമായ തന്റെ രക്തം നിത്യാജീവനു വേണ്ടി നമുക്ക് താൻ നൽകി. വൽഗായേ നൽവോ ഓലം വൽമേ. ഇതിന്റെ കൂടെ തന്നെ ഇതിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴൊക്കെ ഞാൻ വരുന്നത് വരെ എന്റെ മരണവും കബറടക്കവും പുനരുദ്ധാനവും നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ.
എന്ന് താൻ മുൻകൂട്ടി കൽപ്പിച്ചരുളി ചെയ്തു. അതാമതോ ഓസേനോ ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തുന്നതിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നതിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മയനീയങ്ങളായ അത്ഭുത പ്രവർത്തികളും ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്കനുസൃതമായി പ്രതിഫലം നൽകുന്നതിനു വേണ്ടിയുള്ള ബ്രഹ്മജനകമായ നിന്റെ രണ്ടാമത്തെ വരവിനെ ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്നോടും കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമെന്ന് പശ്ചാത്താപൂർവ്വം നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായിട്ടുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധരൂഹ സ്വർഗമാവുന്ന മേലുള്ള ഉയരമുള്ളവെന്ന പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കുർബാന മേൽപ്പെടുന്ന ആവസിച്ച് അതിന് ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാവുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. ഞങ്ങളെല്ലാവർക്കും സമാധാനം, ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് നീ ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് നീ ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് നീ ഉത്തരമരുളി ചെയ്തുത്തമനെ ദേവതോ നീ എന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പരിശുദ്ധ റൂഹ ആവസിച്ച ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹാതമ്പുരാന്റെ ജീവൻ നൽകുന്ന ശരീരമാക്കി പൂർത്തീകരിക്കുമാറാകട്ടെ. ഈ കാസായിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മിശിഹാതമ്പുരാന്റെ ജീവൻ നൽകുന്ന രക്തവുമാക്കി പൂർത്തീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ കുർബാന ഇതിൽ സംബന്ധിക്കുന്നവരാ ഞങ്ങളെ നിന്നോടുകൂടി ആനന്ദം അനുഭവിക്കുന്നവരാകെ തീർക്കണമേ. നിനക്കും നിന്റെ ഗജാതിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബകുല സുബാലവൽമീ. നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളിലുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു വരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രിയർക്കീസന്മാരായ അപ്പോന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും അപ്പോന്മാർ ബസേലിയോസിനു വേണ്ടിയും അപ്പോന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരനീ വന്നി പിതാവിനു വേണ്ടിയും ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം.
കർത്താവേ, ഞങ്ങൾക്കെതിരായി ദുഷ്ടതയോടെ സംസാരിക്കുന്ന എല്ലാ തിന്മകളുടെയും വായികൾ അവിടുന്ന് അടച്ച് മൗനമാക്കി നീക്കി തരണമേ. നിനക്കും നിന്റെ ഗജാതിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകോല സുബാലവൽമീ. സുരക്ഷയ്ക്കുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ പെട്ടെന്ന് ആശ്രയിച്ചിരിക്കുന്നവർ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭ്യർത്ഥിയും ഉണ്ടാവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അനാഥരുടെ സങ്കടത്തിനും പട്ടിണിക്കാട് നിലവിളിക്കും ശാരീരികവും മാനസികവുമായി വേദനയും പ്രയാസവും അനുഭവിക്കുന്നവരുടെ ദുരിതങ്ങൾക്കും വേഗത്തിലും എളുപ്പത്തിലും അവിടുന്ന് ഉത്തരമരുളുമാറാകണമേ. നിനക്കും നിന്റെ ഗജാതിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകോല സുബാലവൽമീ. സത്യവിശ്വാസവും നിർദ്ദീർപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവൻ സുഹൃത്തുക്കളായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആന്തരികാസികോന്റെ ഗോപുരങ്ങളെ ചുറ്റി നടന്ന് എണ്ണിക്കൊണ്ടിരിക്കുന്നവരെ അവിടുന്ന് ഭയപ്പെടുത്തി ചിത്രിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഗജാതിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകോല സുബാലവൽമീ. ഭൂമിയിലെ സ്ഥല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മാതൃള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവ് മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ത്രീയന്മാരെയും ഏവെങ്കിലിസ്തന്മാരെയും സഹദിയന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനനും മുന്നോട്ടക്കാരനുമായ മാർ യുഹാനോ മബ്ദാനായും ശമാശമാരി പ്രധാനിയും സഹദയന്മാരും മുമ്പനും പരിശുദ്ധനും മൗത്തുള്ളവനുമായ മാർ സെബാനോസിനെയും സ്ലീഹന്മാരി തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മർത്തോമാ സ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെ ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെ ഞങ്ങളുടെ എല്ലാ പരേതരെയും കൃപയോടെ അവിടുന്ന് അർഹരാക്കി തീർക്കണമേ. നിനക്കും നിന്റെ ഗജാതിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ ഭവകോല സുബാലവൽമീ. കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടുകൂടി എൻ്റെ കൂട്ടത്തിൽ ആവശ്യം ശ്രമിക്കുന്നവരെ നിക്കായാലും പുസ്തകമായി പിന്നപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മുതുകുസുന്ദോസുകളെ അവയിലുണ്ടായിരുന്ന തിരുമാന്മാരും അൽപാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെ ഊർച്ചിലേന്തോ നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലേഹാനും സഹതായുമായ യാക്കോബും യജ്ഞാത്യോസും ക്ലേമസും ദനാസ്യോസും അതാനാസ്യോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും
ദിയസ്കോറോസും തീമത്യോസും ഫിലക്സിനോസും അന്തിമോസും യാവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നു നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കുറിയലോസും സുറിയാനിക്കാടുവിടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തോണും മൽപാനും പുഷ്പങ്ങൾ കൊണ്ട് പറഞ്ഞ മേച്ചു സ്ഥലവും അറിയാൻ സംശയം കൂടാതെ ദൈവം മാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിശുദ്ധമായ പാത്രമാർ സേവേറിയോസും സത്വിശ്വാസത്തെ ബലവർത്തിയ തീരുമാനം പരിശുദ്ധനുമായ മാറിയാക്കോബ് പ്രധാനായും മാറപ്രേമം മാറിയാക്കോബും മാർസാക്കും മാർബാലായും ദുഃഖിതന്മാരുടെ തലവനായ മാർവർഷവുമായും ഓർഷമോൾ ദുസ്തനെയും തിരഞ്ഞെടുക്കപ്പെട്ട മാറബഹായും എൽദോമാർ ബെസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ ഗ്രിഗോറിയോസും മാർ ദിവന്യാസമായ പിതാക്കന്മാരെ ചുള്ളതും മുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ഇവരുടെ ഉമ്മകളുടെ കൂടെയും ഇവരുടെ പെൺപിള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. ഭർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകജാതന് സഹോദരങ്ങളുമായി തീരുവാൻ ഞങ്ങൾക്കിടയാക്കിയ ആ പരിശുദ്ധ പിതാക്കന്മാരോടുള്ള സംസർഗത്തിൽ നിന്ന് ഒരു നാളും അകന്നു പോകുവാൻ ഇടയാകരുതേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. അരിവുകളുടെയും സകലജടങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിന്ന് പ്രാവശ്യം വിശ്രമിച്ചതിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി പരിശുദ്ധ മദ്ബായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സ്ഥലം മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അറിവുകളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹാതമ്പുരാനോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാവമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോന്ന് അടസ്റ്റ് പറയണം. കർത്താവേ, നീ മൂലം ഞങ്ങളെ വാങ്ങിപ്പോയവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും പാതാളത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും പൂഴിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിന്റെ ഏകജാതന്റെ കൃപ അവരിൽ പ്രബലപ്പെടുവാൻ ഇടയാകണമേ. അവൻ മൂലമുള്ള കരുണയും പാപങ്ങളുടെ മോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, വിശ്വാസത്തോടുകൂടി ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന സകല മനുഷ്യരെ നീ ആശ്വസിപ്പിച്ച് അറിവോടും അറിവോടും കൂടാതെ പൊതുവായ പുനരുദ്ധാനത്തിലെ നവീകരണത്തോടുകൂടി നിന്റെ ആത്മീയ രാജ്യത്തിലെ പരമാനന്ദമനുഭവിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ പരേതരെയും കൃപയോടെ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ ശമിശിഹായുടെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളോടുകൂടി സകലത്തിലും എന്ന പോലെ ഈ കുർബാന വഴിയായി മൗദീകരിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഓശോ വബുകോല സുബാലവൽമീ. തന്റെ പ്രകാരം തന്നെ ഇരിക്കുകയും ലോകങ്ങളോളം ചെയ്യുന്നു.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാകുന്ന ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. തുടയോ നിൻ വാതിൽ ഹാലേലൂയ ഹാലേലൂയ മുട്ടുന്നു ദാസർനാദം ബാരയ്ക്കുമോ കുറിയിലായിസോ. പാറയ്ക്കുമോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പാറയ്ക്കുമോർ നമ്മുടെ മശിയാതമ്പരാനോടും നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും അന്യോന്യം നാം ഓരോരുത്തരുടെ ആത്മാക്കൾക്കായി ധാരാളമായ അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു, വീണ്ടും യാചിക്കുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവത്തെ നാം സ്തോത്രം ചെയ്യും. തൻ്റെ ഏകപുത്രനെ വന്ദിക്കുകയും ജീവനുള്ള തൻ്റെ വിശുദ്ധ റൂഹായെ മഹത്വപ്പെടുത്തുകയും കാരുണ്യവാനായ കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ നമ്മുടെ ജീവനെ ഭരമേൽപ്പിച്ച് തന്നോട് അനുഗ്രഹങ്ങളെ യാചിക്കുകയും ചെയ്യണം. കരുണതോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കാരുണ്യവാനാകുന്ന പിതാവാം ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും വായ്കളും അതരങ്ങളും അവിടുന്ന് തുറക്കുകയും ഞങ്ങളുടെ എല്ലാവരുടെയും ശരീരാത്മദേഹികളെ വിശുദ്ധീകരിക്കുകയും ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഏകസ്വരത്തിൽ അഡ്ഡസിച്ച് ചൊല്ലുന്നു: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടപ്പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ രാജ്യം ചെയ്യുമാകുന്നു ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വേദനയും പ്രയാസവും വരുത്തുന്ന സകലത്തെയും സന്തോഷകരവും പ്രയോജനകരവുമായിട്ട് വേഗത്തിലും എളുപ്പത്തിലും അവിടുന്ന് വ്യത്യാസപ്പെടുത്തി തെരുമാറാകണമേ. നിനക്കും നിന്റെ ഗജാതിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബകുല സബാലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ.
ഉണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കാരുണ്യവാനായർത്താൻ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, കർത്താവേ, നിന്റെ എല്ലാ കൃപകളും വാഴുകളും അനുഗ്രഹങ്ങളും നൽവരങ്ങളും ദാനങ്ങളും നിന്റെ സഭയിലും നിന്റെ ഇടവകയിലും നിന്റെ ആടുകളിലും വന്നു വസിച്ച് ധാരാളമായി കവിഞ്ഞൊഴുകുമാറാകണമേ. നിനക്കും നിന്റെ ഗജാതിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബഗോല സുബാലവൽവി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. സഖാവേ, പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും ആദിമന്തവും ഇല്ലാത്തതും സാരാംശത്തിൽ സമ്പൂർണവുമായിരിക്കുന്ന പരിശുദ്ധ തത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും മുറയിലോടും കൂടെ നാം സൂക്ഷിക്കണം. കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്ന പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകഭാവമില്ലാതെ പരിശുദ്ധനില്ല. ശുഭമായിരിക്കുന്ന ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ബാരേക്കുമോ തന്റെ മനോഗുണത്താൽ ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ എന്റെ തിരുവേനിയുടെ അമൂല്യമായ പങ്കപ്പാടുകൾ മൂലം അതിനെ രക്ഷിച്ചുവെന്ന ഏകപുത്രനും നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്ന് വന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ൂവാലെ പഠിപ്പിച്ച താതൻ ആരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വതരാജി സ്വർഗ സിദ്ധന്മാർ ദേവസുതൻ എന്നാൽ സ്തുതിയോട് രാജമകൾ ഹാലേലോ ഹാലേലൂയ നിൻ വലമായി രാജഭാമിനിയോ ഹാലേലൂയ
ഞങ്ങളിൽ അരിവാറാം അറിയാമൻ സ്മരണ പ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനു കോട്ട പാർക്കുമോ ദൈവ പ്രസവിത്രേ കന്യകമറിയാമേ ഉയർന്നോയാറിൽ സുഖപരിമളധൂപം മുറിയോറാഹിന്നേരേ നിർത്തിയിടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള അർത്ഥനേ ഞങ്ങളിൽ ആർദ്രത തോന്നിടാം ഏകാത്മജനോടാർത്ഥിക്കാം പോലെ തളർന്നിടമേ ഹല്ലേലൂയ വളരുമവല്ലവനോൻകാരകിൽ വർദ്ധിക്കുന്നവർക്ക് ദൃഷ്ടി പുഷ്ടികളും മാറുമോ മൂലം വാദാമൂലം ഒരുപോലെയോ മാർഗോറിയോ പ്രാർത്ഥന ഭാഗ്യം ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ പാറിക്കുമോ വളർച്ചിറകുകൾ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അന്യരായ റംബാച്ചന്മാരെ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഏപ്രിൽ മാസം 23-ാം തീയതി മുതൽ മിക്കവാറും മെയ് മാസം പകുതി കഴിയുന്നിടം വരെ വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ കൊണ്ടാടി വരുന്നു. പണ്ട് വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള ദേവാലയങ്ങളിൽ മാത്രമായിരുന്നു ഈ പെരുന്നാൾ നടന്നു വന്നിരുന്നത്. ഇന്ന് ഇടവകകൾക്കും വ്യക്തികൾക്കുമൊക്കെ സാമ്പത്തിക പുരോഗതി വളരെ അധികം ഉണ്ടായതുകൊണ്ട് മിക്കവാറും എല്ലാ പള്ളികളിലും ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ കൊണ്ടാടുന്നുണ്ട്. ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്നവർക്ക് ഈ പെരുന്നാൾ കൊണ്ട് എന്താണ് അനുഭവവേദ്യമാക്കി തീർക്കേണ്ടത് എന്ന് പരിശുദ്ധരായ പിതാക്കന്മാർ ആഗ്രഹിക്കുകയും അവർ ഒരു പ്രാർത്ഥനാ രൂപത്തിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിലെ പ്രഭാത നമസ്കാരത്തിൻ്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ 3 കാര്യങ്ങളാണ് ഈ പെരുന്നാൾ കൊണ്ട് നേടിയെടുക്കേണ്ടത് എന്ന് സ്വായത്തമാക്കേണ്ടത്, അനുഭവവേദ്യമാക്കേണ്ടത് എന്ന് അവരാഗ്രഹിച്ചു, രേഖപ്പെടുത്തി. അത് 3 വാക്കുകളിൽ എടുത്തു പറയാൻ സാധിക്കും: സഹനം, സുഹൃതം, സാക്ഷ്യം. അർത്ഥപൂർണമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ,
ഈ 3 വാക്കുകളിൽ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഇത് സഹനത്തിൻ്റെ ജീവിതമാണ്, ഇത് സുഹൃതത്തിൻ്റെ ജീവിതമാണ്, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴുള്ള സാക്ഷ്യത്തിൻ്റെയും ജീവിതമാണ്. ആ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, വിശുദ്ധനായ ഗീവർഗീസ് സഹദായെ പോലെ എല്ലാം സഹിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ സുഹൃത ജീവിതത്തിൻ്റെ ഉടമകളായി തീരണം. ഞങ്ങൾ സ്വജാതീയരുടെയും വിജാതീയരുടെയും ഇടയിൽ സാക്ഷികളായി ജീവിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച വ്യാഴാഴ്ച സ്വർഗാരോഹണ പെരുന്നാളിൻ്റെ അന്ന് വന്യനായ TJ ജോഷുവ അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ വജ്ര ജൂബിലി ആഘോഷം കോട്ടയം ഏലിയ കത്തീഡ്രൽ വെച്ച് നടന്നു. ഞാനും അതിൽ പോയി സംബന്ധിച്ചിരുന്നു. അവിടെ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. അതിലൊന്ന് അച്ഛൻ്റെ 100 പ്രസംഗങ്ങൾ ഉള്ള മഹത്വം ബൃഹത്തുമായ ഒരു ഗ്രന്ഥമാണ്. രണ്ടാമത് അച്ഛനെ കുറിച്ച് ഏതാനും വ്യക്തികൾ അടുത്തറിഞ്ഞ അവരുടെ ചില അനുഭവങ്ങൾ ചേർത്ത ഒരു അനുസ്മരണക്കുറിപ്പാണ് പുസ്തകമായി. അത് ക്രൈസ്തവ സാഹിത്യ സമിതിയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ ഒരാൾ അച്ഛനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതും അച്ഛൻ്റെ വാക്കുകളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയേറെ ദുരന്തങ്ങൾ ജീവിതത്തിൽ പേറിയവർ വേറെ അധികം ഉണ്ടാകുമോ എന്ന് എഴുത്തുകാരനായ ക്രൈസ്തവ സാഹിത്യ സമിതിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന മാത്യു ദാനിയേൽ അച്ഛൻ സംശയിക്കുക. ജീവിതത്തിൽ ഇത്രയേറെ ദുരന്തങ്ങൾ പേറിയവർ വേറെ അധികം ഉണ്ടാകുമോ? 60 വർഷക്കാലത്തിലധികം വൈദിക സെമിനാരിയിൽ അധ്യാപകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. മലങ്കരയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് സുവിശേഷ പ്രസംഗം നടത്തി അനേകർക്ക് മാർഗദർശിയായിരുന്നു. അങ്ങനെ ഒരുപാട് സാധാരണക്കാർക്ക് അർഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അച്ഛന് ലഭിച്ചു. പക്ഷേ അതിന് ഒരു മറുവശം കൂടിയുണ്ട്. അതാണ് ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ജീവിതത്തിൽ ഇത്രയേറെ ദുരന്തങ്ങൾ പേറിയവർ വേറെ അധികം ഉണ്ടാകുമോ? അപ്പോൾ ഇതിനെക്കുറിച്ച് അച്ഛനോട് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട TJ ജോഷുവ അച്ഛൻ പറഞ്ഞ മറുപടി എന്നെ വളരെ ആവേശഭരിതനാക്കി തീർക്കുക. അഗ്നിശോധനയിൽ കൂടി കടന്നുപോയ നാളുകൾ എനിക്ക് മറക്കാവുന്നതല്ല. അവ ഓരോന്നും നന്മയ്ക്കായി ദൈവം പരിണമിപ്പിച്ചു. ദൈവകൃപയുടെ ആഴവും സുനിശ്ചിതത്വവും ബോധ്യമാകുവാൻ സഹായിച്ച സന്ദർഭങ്ങളായിരുന്നു ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയും. പണ്ടൊക്കെ ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പം ഞങ്ങളുടെ നാട്ടിൽ ഈ കുഴിപ്പന്ത് കളി എന്നും പറഞ്ഞൊരു കളിയുണ്ട്. 5-6 കുഴി കുഴിക്കും, അതിൻ്റെ മുകളിൽ കൂടെ പന്ത് ഉരുട്ടും. പിന്നെ ആരുടെ കുഴിയിൽ പന്ത് വീഴുന്നുവോ ആ ആള് പന്തെടുത്ത് കിട്ടുന്ന ആളിനിട്ട് എറിയും. അച്ഛൻ്റെ ജീവിതയാത്രയിലെ വേദനാജനകമായ രോഗങ്ങൾ, പീഡകൾ, മാനസിക സംഘർഷങ്ങൾ, പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ, അതിനെ നമുക്ക് ഈ കുഴിപ്പന്തിനോട് ഉപമിക്കാം. ഒരു കുഴിയിൽ നിന്ന് കയറുമ്പോൾ മറ്റൊരു കുഴിയിലേക്കാണ് വീഴുന്നത്. അവിടെ നിന്ന് കയറിയാൽ വീണ്ടും അടുത്ത കുഴിയിലേക്കാണ്. ഇങ്ങനെ ഇത്രയേറെ ദുരന്തങ്ങൾ ഒന്നിൻ്റെ പുറകെ ഒന്നായി ജീവിതത്തിൽ അഭിമുഖീകരിച്ച അച്ഛൻ പറയുന്നു, അഗ്നിശോധനയിൽ കൂടി കടന്നുപോയ നാളുകൾ എനിക്ക് മറക്കാവുന്നതല്ല. അവ ഓരോന്നും നന്മയ്ക്കായി ദൈവം പരിണമിപ്പിച്ചു. ദൈവകൃപയുടെ ആഴവും സുനിശ്ചിതത്വവും ബോധ്യമാകുവാൻ സഹായിച്ച സന്ദർഭങ്ങളായിരുന്നു
ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയും. മാർജിൻ ഫ്രീ മാർക്കറ്റ് നമുക്ക് സുപരിചിതമാണ്. നമ്മുടെ ആധ്യാത്മികതയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒന്ന് പെയിൻ ഫ്രീ, പ്രോബ്ലം ഫ്രീ, ട്രബിൾ ഫ്രീ ലൈഫ്. വേദനയില്ലാത്ത, അല്ലലും അലച്ചിലും ഇല്ലാത്ത, ദുഃഖങ്ങളൊന്നും ഉണ്ടാകാത്ത ഒരു ജീവിതമായിരിക്കണം. കുട്ടികൾ വെള്ളം പൊങ്ങിക്കിടക്കുമ്പോൾ അതിൻ്റെ മീതെ കല്ലുകൾ ഇങ്ങനെ എറിഞ്ഞ് കല്ലിങ്ങനെ തെന്നി 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 പോകുന്നത് പോലെ ഇങ്ങനെ ജീവിതം അങ്ങ് പോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആത്മീക അനുഷ്ഠാനങ്ങളുമൊക്കെ ഇങ്ങനെ വേദനയില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത സുഖലോലുപതയുടെ മുകളിൽ കൂടി തെന്നി തെന്നി പോകുന്ന ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിലോട്ട് നോക്കൂ പ്രിയമുള്ളവരെ, അവരെന്തും വേണ്ടി സഹിച്ചു എന്നുള്ളത്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തെ ശോഭാപൂർണമാക്കി തീർക്കുന്ന പ്രതിസന്ധികൾ നമുക്ക് സഹനത്തിനുള്ള സന്ദർഭങ്ങളാകണം. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഗീവർഗീസിനെ പോലെ അല്ലെങ്കിൽ പരിശുദ്ധനെ പോലെ സഹിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ എന്ന്. രണ്ടാമത്തേതാണ് സുഹൃതം എന്ന് പറയുന്നത്. നല്ല കൃത്യ ജീവിതത്തിൻ്റെ ഉടമകളാക്കി തീർക്കുക. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളും പ്രവണതകളും ഈ സ്ഥലത്ത് നിന്ന് പറയാൻ ഞാൻ അറയ്ക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ ദേശാഭിമാനിയുടെ സപ്ലിമെൻറ്റിൽ സുഗതകുമാരി ടീച്ചർ എഴുതി, ഹൃദയ ശൂന്യതയിൽ കിടക്കുന്ന മലയാളി എന്ന്. മനുഷ്യത്വത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സഹായത്തിൻ്റെയും നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയ ഹൃദയശൂന്യത ഇന്നത്തെ മലയാളിയുടെ അവസ്ഥയെ വിശേഷിപ്പിക്കാൻ വേണ്ടി ടീച്ചർ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. വിദ്യാഭ്യാസപരമായി ഇന്ത്യയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സമൂഹം, സാംസ്കാരികമായി മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സമൂഹം, സാമ്പത്തികമായി വളരെയേറെ പുരോഗമിച്ച ഒരു സമൂഹത്തിന് പറ്റിയിരിക്കുന്ന ഹൃദയശൂന്യത. പ്രിയമുള്ളവരെ, പെരുമ്പാവൂരിൽ നടന്ന സംഭവം, അതുപോലെ ആറ്റിങ്ങലിൽ ഈ അടുത്ത സമയത്ത് 2 കാര്യങ്ങളാണ് നടന്നത്. ഒന്ന് വെടിക്കെട്ട് ദുരന്തവും ആ സമയത്ത് തന്നെ ഇരട്ട കൊലപാതകങ്ങൾക്കുണ്ടായ ഒരു വിധിയും ഉണ്ടായിരുന്നു. നീനോ മാത്യു എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി, വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമായവൻ തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ത്രീയെ, വിവാഹിതയും ഭർത്താവും കുട്ടിയും ഒക്കെയുള്ള ഒരു സ്ത്രീയെ സ്വായത്തമാക്കുവാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ വികൃതികൾ ആർക്കും എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കാലമായി മാറിയിരിക്കുകയാണ്. അത് നിങ്ങൾ പത്രങ്ങൾ നോക്ക്, ക്രിസ്തീയ നാമധാരികളായിട്ടുള്ളവർ ചെയ്തു കൂട്ടുന്ന വികൃതികൾ നമ്മുടെ ഇടയിൽ സുഹൃത്തുക്കൾ വർദ്ധിപ്പിക്കുകയാണോ നഷ്ടപ്പെടുത്തുകയാണോ? മൂന്നാമത്, സാക്ഷ്യമുള്ള ജീവിതത്തിൻ്റെ ഉടമകളാകണം. ഈ നീനോ മാത്യുവിൻ്റെ പിതാവ് ഈ വിവരം അറിഞ്ഞ സമയത്ത് മകനൊരു കത്ത് എഴുതിയ കത്ത് പോലീസിന് കിട്ടി. അത് പ്രസിദ്ധീകരിച്ചത് ഞാൻ വായിച്ചു. ഈ പിതാവ് ഒരു കോളേജ് അധ്യാപകനായിരുന്ന ഈ പിതാവ് TJ മാത്യു പ്രൊഫസർ മകൻ എഴുതുകയാണ്, മകനെ, നിന്റെ വഴിവിട്ട ജീവിതം നിന്റെ സ്നേഹിതരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിനക്ക് നിന്നെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയുണ്ട്, നല്ല ഓമനത്വമുള്ള ഒരു കുഞ്ഞുണ്ട്. ഇവരെ വിട്ടിട്ട് നീ മറ്റൊരു ബന്ധത്തിന് പോകരുത്. നീ പള്ളിയിൽ പോയി അച്ഛനെ കാണണം, കുമ്പസാരിക്കണം, കൗൺസിലിങ്ങിന് വിധേയനാകണം. ഈ രംഗങ്ങളിൽ നിന്നെല്ലാം നീ പിന്മാറണം എന്ന് വരെ പിതാവ് ഉപദേശിച്ചു. അവസാനം ഈ നീനോ മാത്യുവിൻ്റെ മുറിയിൽ നിന്ന് പോലീസിന് ഈ പിതാവ് ഒരപ്പൻ മകനയച്ച എഴുത്ത്,
നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകൾ, ഒരു പിതാവ് മകൾക്ക് അയച്ച കത്തുകൾ അച്ചടിച്ച് പുസ്തക രൂപത്തിലുണ്ട്. ഇത് പുസ്തകത്തിലൊന്നും എഴുതാനില്ലെങ്കിലും ഒരു പിതാവ് മകൻ അയച്ച കത്ത് ഇന്ന് അച്ചടിച്ച രൂപത്തിലുണ്ട്. കേസിലെ 43-ാമത്തെ പ്രതിയായിരുന്നു പ്രൊഫസർ TJ മാത്യു. അദ്ദേഹം എഴുതിയ എഴുത്തും കോടതിയിൽ ഹാജരാക്കി പോലീസ്. ഈ പിതാവ് മകനെ തള്ളി പറഞ്ഞുകൊണ്ട്, മകൻ ചെയ്ത തെറ്റിനെ അത് തെറ്റാണെന്ന് പറഞ്ഞതുകൊണ്ട് മകന് വേണ്ടി സാക്ഷി പറഞ്ഞില്ല. പിതാവ് സത്യസന്ധമായി 43-ാമത്തെ സാക്ഷിയായി കോടതിയിൽ സാക്ഷി പറഞ്ഞു. ഈ പിതാവിൻ്റെ സിം കാർഡ് ഉപയോഗിച്ചാണ് ഈ നീനോ മാത്യുവും ആ സ്ത്രീയുമായി ഈ കൊലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ സൂത്രധാരണം ചെയ്തത്. പക്ഷേ അപ്പന് മകനേക്കാൾ വലുത് സത്യമായിരുന്നു. ഞാൻ വായിച്ച ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, സത്യവും ധർമ്മവും ഉള്ള പിതാക്കന്മാർ ഈ മണ്ണിൽ അസ്തമിച്ചിട്ടില്ല എന്നുള്ളതിന് ഒരു ഉദാഹരണം പ്രൊഫസർ TJ മാത്യു. മക്കളുടെ വഴിവിട്ട ഏത് പ്രവർത്തിക്കും കൂട്ടുനിൽക്കാനുള്ള ഇന്നത്തെ മാതാപിതാക്കന്മാരുടെ വ്യഗ്രതയ്ക്ക് പ്രൊഫസർ TJ മാത്യു ഒരു അപവാദമാണ്. ഈസ് എ വിറ്റ്നസ്. അതാണൊരു ക്രൈസ്തവ സാക്ഷ്യം. മകനെ വേണോ സത്യത്തിൻ്റെ കൂടെ നിൽക്കണോ? മകന് എന്ത് വിധി വേണമെങ്കിലും കോടതി വിധിച്ചു കൊള്ളട്ടെ. അപ്പൻ പറഞ്ഞു, ഞാൻ സത്യത്തിൻ്റെ പക്ഷത്ത് മാത്രമേ, നീതിയുടെ പക്ഷത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ. എന്താണ് ക്രിസ്തീയ ജീവിതത്തെ മഹത്വീകരിക്കുന്നത്? വാട്ട് ഗ്ലോറിഫൈ എ ക്രിസ്ത്യൻ ലൈഫ്? 3 കാര്യങ്ങളാണ്: സഹനം, സുഹൃതം, സാക്ഷ്യം. ഇത് നമ്മുടെ ജീവിതത്തിൽ സഹനം, സാക്ഷ്യം, സുഹൃതം, സാക്ഷ്യം, ഇതിനെന്ത് സ്ഥാനമുണ്ട് എന്ന് നമ്മോട് തന്നെ പ്രിയമുള്ളവരെ ചോദിച്ചു നോക്കൂ. മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ. വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ ശരണാതാലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരതിൻ ജീവാസുരമതുണർത്തണമേ പറയുന്നു ധ്യാനത്തിനായി സ്തോമൻ കാലസ് രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ വിലയേറും രക്തകാസ പാനം ചെയ്തും മൃതരായോരെ നാശം നീക്കി ജീവിപ്പിച്ച് അണിയണം നിന്നെ നോക്കുന്നവരിൽ കാന്തി പറിക്കുമോ ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജാ മുഗലഴകിന്മേലാഘോഷിതനായി നയവന്മാർ തൻ മുൻകൊമ്പിൻ നാദം കേട്ടിട്ട് അങ്കിയണിഞ്ഞെതിരേൽപ്പാനായി പോയിടുന്നു. മരമതിനുയരെ കർത്താവേ, കള്ളന് കിട്ടിയ നിന്റെ വരം തൃത്വത്തെ രക്ഷകനുരചിത രക്തങ്ങൾ കൈക്കൊള്ളും നോരിൽ
രഹസ്യത്തെ പറയണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെ എനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ വർഗത്തിന്റെ പുനരുദ്ധാനത്തിനും നിത്യമായ നവീകരണത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം ചൊരിയുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ അടിയാർക്ക് പുണ്യമിറങ്ങി വരുമാറാകണമേ. കർത്താവേ, കാണപ്പെടാതല്ലാത്ത നിന്റെ വലത്ത് കരം നീട്ടി ഞങ്ങളുടെ കർത്താവും എന്നേക്ക് ഞങ്ങളുടെ ദൈവമായുള്ളവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീരവും തിരുരംഗവും അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ നീ വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹാകുന്ന ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ പരിശ്രമിച്ച് സംബന്ധിച്ചവരും സംബന്ധിക്കുന്നവരുമായി എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവം തമ്പുരാന്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. സ്തുതിദേവതേനുയരത്തിൽ ഉന്നതിയും മഹിമാമുടി സഹദേൻ മാർക്കും മൃതരിൽ കരുണയും ഉണ്ടാകാ. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവ് എന്നേക്ക് ഞങ്ങളുടെ ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമശീഹ, ഞങ്ങൾ ഭക്ഷിച്ചുവെന്ന നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തുവെന്നുള്ള നിന്റെ തിരുരക്തവും നിന്റെ അടിയാരാകുന്ന ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായിട്ട് തീരരുതേ. എന്നാലോ ജീവനും രക്ഷയ്ക്കുമായിട്ട് തന്നെ ഭവിക്കണമേ. ദൈവം തമ്പുരാനേ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ഭൂവാകേതമേക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. ഖബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃതർ തന്നുയർപ്പും നീ തന്നെ. സാധാരണ ഭക്ഷണത്തിൽ പരിചരിച്ചിരുന്ന ഞങ്ങളുടെ വായികളെ നിന്റെ ഏകജാതന്റെ തിരുശരീര രക്തങ്ങളാകുന്ന ദിവ്യദാനത്തിന് അർഹമാക്കി തീർത്ത നിന്റെ കൃപയോ സ്തോത്രം ചെയ്യുന്നു. താൻ മൂലം നിന്റെ കൂടെ തനിക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ഓശോ വബുകോല സുബാലവൽമി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ ദിവസങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിൻ നാം തലകുലിക്കണം. ഞങ്ങളുടെ കർത്താവേ ദൈവമേ, നിന്റെ ഞങ്ങൾക്ക്
ഒരിക്കലും നശിച്ചു പോകാതെ ഭക്ഷണമായി തീരുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സ്വർഗീയ അപ്പമാകുന്ന യേശുമിശിഹാതമ്പുരാനെ, നിന്റെ രണ്ടാമത്തെ വരവിൽ കെട്ടുപോകാതെ അഗ്നിക്ക് ഭക്ഷണമായി ഞങ്ങളെ തള്ളിക്കളയരുതേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകുല സുബാലവൽമീ രോഗാർദ്ധന്മാർഗേ സൗഖ്യം, ക്ഷീണന്മാർഗായി ക്ഷേമം നൽകി ബലമാറ്റവരെ താങ്ങിടണമേ. ശുദ്ധുള്ളോരിൽ തൃപ്തി വരുത്തുക തിരുസമ്പത്താൽ. ദീനന്മാർക്കോ ഗതിയാറ്റോർക്കും ശ്രീ അരുളണമേ. ജീവപ്രദമാം തിരുനാമത്തെ ഓർക്കുന്നതിനാൽ ഇവിടെയുമെങ്ങും നിന്നുടെ കോപം നീക്കിയിടണമേ. അടിമയും അടരും പശിയും ഹൃതിയും ആയേശിവിടം മതിലെന്നോണം വലയം ചെയ്യുക തവക ശാന്ത്യ മാതാവിക്കും പരിശുദ്ധന്മാരും നാഥ പുണ്യം നൽകിക്കോ മരിച്ചോർക്കും. എൻ്റെ വാത്സല്യമുള്ളവരും സഹോദരങ്ങളുമേ, നമ്മുടെ കർത്താവിൻ്റെ പാപപരിഹാരപ്രദമാകുന്ന ഈ ബലിപീഠത്തിൽ നിന്ന് നിങ്ങളേവരും പ്രാപിച്ചിട്ടുള്ള വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും വഴിയാഹാരങ്ങളോടും കൂടി പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുവേ. ദൂരസ്ഥന്മാരോടുകൂടി സമീപസ്ഥന്മാരും മരിച്ചുപോയവരോടുകൂടി ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റൂഷ്മായാൽ മുദ്രോദ്ധപ്പെട്ടവരുമേ, ഈ പരിശുദ്ധ ധൃത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കുകയും നിങ്ങളുടെ പാപങ്ങളെ മോചിക്കുകയും വിശ്വാസികളായി നിങ്ങളുടെ വാങ്ങിപ്പോയിട്ടുള്ളവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയും ദാസനുമാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണ ലഭിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങളോ സന്തോഷിച്ചാനന്ദിച്ച് സമാധാനത്താലേ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. കർത്താവ് അവിടുത്തെ കുർബാനയെ അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യും.